നടി ഒരുങ്ങാൻ കുറച്ച് പാട് വരുന്നു, അതാണ് ഞങ്ങൾ ലേറ്റ് ആയത്. നേരത്തെ റെഡി ഗൈസ്. അനി എവിടെ പോകുന്നു? ഞാനങ്ങ് ബാംഗ്ലൂരിൽ പോകുന്നു. വരില്ലാണ്ട് ലുക്കായി ഇനി ക്യാരക്ടർ കണ്ണാപ്പി ലുക്കായെന്നാ ഉദ്ദേശിച്ചത്. ബാക്കി എന്റെ ഡ്രസ്സൊന്നും ഞാൻ ഇടുന്നില്ലാന്ന് തോന്നുന്നു. നീ എന്തിന് ബാംഗ്ലൂർ പോകണമെന്ന് പറ. ഞാൻ പോണത് ഇൻഡസ്ട്രിയൽ വിസിറ്റ്. ഞാൻ സൈറ്റ് സ്റ്റഡിക്ക് സംഭവം കുറെ സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഇവള് 3 മാസത്തിൽ ഇങ്ങനെയൊക്കെ പോകുന്നു, ഐവിക്കൊക്കെ പോകുന്നു. എന്റെ കോളേജ് കൊണ്ട് ഒരു പഞ്ചായത്ത് അപ്പുറത്ത് വന്നിട്ടില്ല 3 വർഷം. എനിക്ക് എല്ലാ സെമിസ്റ്ററിലും മെയിൻ ആയിട്ട് ഒരു വർക്ക് ഉണ്ടാവും. ആ വർക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി പോകുന്നത്, അല്ല വെറുതെ പോണല്ല. ഐവി ഇല്ലാന്ന് കോളേജിൽ നിന്ന്. ഇത് ഞങ്ങൾക്ക് ഐവി അല്ല, ഐവി ഒക്കെ ഇനി ആനിയുടെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ വെയിറ്റിംഗ് ആണ്. അതുകൊണ്ട് ഇങ്ങനെ വന്നത്. അപ്പൊ ഗൈസ് ഞാൻ നിങ്ങളെ വിട്ട് പോകുന്നു. 4 ദിവസത്തേക്ക് തന്നെ ഞാൻ പോണു. ഞാൻ എന്നിട്ട് വരും ഇവിടെ. 4 ദിവസം നമ്മുടെ ദിവസം പോയി കിട്ടി. നമുക്കൊരു ട്രിപ്പ് അടിച്ചാലോ അവനെ? അത് തന്നെ. നീ പോയി ബാംഗ്ലൂർ പൊളിക്കാനല്ലേ പോണത്? ഇറങ്ങി ബാക്കിൽ 4 പേര് കൺസേൺ പെട്ടെന്ന് ഇറങ്ങിപ്പോ. ശല്യാണല്ലേ ഞാൻ നിങ്ങൾക്ക്. ഞാൻ പോയി അടിച്ച് പൊളിച്ചിട്ട് ഒരു കുറച്ച് വീഡിയോ കാണിച്ചു തരണം. ആനയായിട്ട് സ്കൂൾ ടൂറിന് പോകും, രാത്രി ഇറങ്ങാൻ പറ്റത്തില്ല, റൂമിൽ ടീച്ചർ പൂട്ടിയിടുന്നത്. എന്റെ മഞ്ഞ കളർ ഫോൺ കേസ് കണ്ട അവർക്ക് മനസ്സിലാവും. നമ്മളിപ്പോ ആനീനെ റെയിൽവേ സ്റ്റേഷനിലാക്കാൻ പോകുന്നു. ശല്യം പോയി കിട്ടി. ഞാൻ ഇനി പോയി ഫ്രീക്ക് കാണിച്ചു. നീ ഭയങ്കര ഫുഡ് ചെറിയ ചോറ്റ് പത്രത്തിൽ കൊണ്ടുപോകണ കണ്ടോളൂ. നോക്കടാ രാത്രി കഴിക്കാണ്ട്. ഞാൻ നല്ലൊരു ഫ്രണ്ടാണ്. ഞാൻ എന്റെ ഫ്രണ്ട്സിനൊക്കെ ഫുഡ് എടുത്തു. ഇവർക്ക് പോകാൻ വേണ്ടി ഞാൻ രാവിലെ 50 ചപ്പാത്തി മേടിച്ചിട്ട് വന്നെച്ചാ. ചേട്ടന്മാരെ എന്തൊക്കെ തിന്നുമെന്ന് എനിക്കറിയാം. നിങ്ങൾ തിന്നതിന്റെ പകൽ പോലും ഞാൻ ഇനി തിന്നത്തില്ല. ഇവളുടെ കൂട്ടുകാരായിട്ട് എന്താ പറയാ, കാളിയാ. നമ്മളെ കൂടെ പോണത് 5 പേര്. എനിക്ക് നാളെ വരുന്നു ഫ്രണ്ട്സിനെ. ഞങ്ങൾ 10-15 പേരുണ്ട്. പോണെല്ലാം കൊള്ളാം. ഡെയിലി വീഡിയോ എടുത്ത് അയക്കണം, മനസ്സിലായോ? സ്റ്റഡിക്ക് പോവും. അപ്പൊ എനിക്ക് സമയം ഒരു ദിവസമല്ലേ, ബാക്കി 2-3 ദിവസം ഉണ്ട്. ഗൈസ് എൻജോയ് ചെയ്യണേ ഞാൻ എടുക്കുന്ന വീഡിയോസ്. ഗൈസ് എന്റെ ഫ്രണ്ട്സ് പോവാണ് ഗൈസ്. നിങ്ങൾ എവിടെ പോകുന്നു? ഇവ ഇങ്ങനെ ചിരിച്ച് പറയുന്നില്ല. കുറച്ച് നേരത്തെ ഇവൻ പറഞ്ഞു നിങ്ങൾ കാളിയാണ്, ഞാൻ ഫുഡ് കൊണ്ടുവന്നു. ഞാൻ അങ്ങനെ പറയൂ റീറ്റ പറയാം. കാളിയെന്ന് റീറ്റ കണ്ടിട്ട് ഞാൻ അങ്ങനെ പറയാം, സൈസ് വെച്ചിട്ട്. അവന് കൊടുക്ക്. ഞാൻ ബാംഗ്ലൂർ പോയിട്ട് നീ പോണം. ബൈ. നമ്മൾ ആനീനാക്കിയിട്ട് നമുക്ക് ഓടാൻ വേണ്ടി നമ്മൾ കൊച്ചി പോവാണ്. ഫ്രണ്ട് സീറ്റിൽ ഉടനെ കയറി ഇരുന്നേ. നോക്ക് അന്തേ, ഞാൻ ഫ്രണ്ട് സീറ്റിൽ ഗൈസ്. അങ്ങനെ നമ്മൾ എറണാകുളത്ത് നമ്മൾ DLF-ലെത്തി. നമ്മൾ എറണാകുളത്തിൽ വന്നത് ഒരു ഹാപ്പി ആയിട്ടുള്ള കാര്യത്തിനാണ്. പക്ഷെ നിങ്ങൾക്കത് എത്രത്തോളം ഹാപ്പി ആണെന്ന് അറിയത്തില്ല ഗൈസ്. അടുത്ത വീഡിയോ ഏതാണോ അതെല്ലാം പറയുന്നതാണ് ഗൈസ്. ഞങ്ങളിവിടെ എത്തി. ഞങ്ങൾ ഒരു എന്താ പറയാ, ഒരു വെറൈറ്റി മൂഡ് പിടിച്ച് ഞങ്ങൾ ഹാപ്പിയാണ് ഗൈസ്. ആനി അവിടെ ചില്ല്. ട്രാക്ക് മാറ്റി. അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെ ആയി. ഞാനൊരു വീഡിയോ എടുക്കാൻ ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച്
എന്നിട്ട് അപ്പൊ തന്നെ കിടന്നുറങ്ങി, അതുകൊണ്ടാണ് മറന്നുപോയത്. ഇപ്പൊ രാവിലെ എന്നെ എഴുന്നേപ്പിച്ച് വിട്ട് ഇവിടെ പല്ലിയൊക്കെ വിട്ടു. പല്ലി വെച്ചിട്ട് നമ്മൾ കുറച്ച് മണിക്കൂറിനുള്ളിൽ ബാംഗ്ലൂർ എത്തുമായിരിക്കും. ഇതൊന്നും തുറക്കല്ലേ, തുറന്നാ തന്നെ ഞാൻ തള്ളിയിടും. ഇന്നലെ അമ്മ വിളിച്ചിട്ട് നിന്റെ അടുത്ത് എന്ത് പറഞ്ഞു? മൂത്രമൊഴിക്കാൻ പോകുന്നതിന് മുന്നേ കൂടെ പോണം മോളെ. മോളെ അവളെവിടെ പോയാലും കൂടെ പോണേ. നമ്മൾ കോലൊക്കെ മാറും എന്ന് വെച്ചിട്ട് നമ്മള് പല്ലി വെച്ച്, പക്ഷെ പല്ലി വെച്ചപ്പോ നമുക്ക് വിശക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? തിന്നാനൊന്നുമില്ല. രാത്രി ഫുഡ് കഴിച്ച് ചെയ്യുമല്ലേ നമുക്ക് അവിടെ ബാംഗ്ലൂർ എത്തിയിട്ട് കാണാം. ബാംഗ്ലൂർ എത്തിയിട്ട് കാണാൻ ആരും കുറച്ച് ലിപ്സ്റ്റിക് തന്നെ വിശക്കണം എന്ന് പറഞ്ഞപ്പോ ജിഗി ആണെങ്കിൽ ഉണ്ടായി തന്നു. എവിടെയാണ് ഉണ്ടായി? വിശക്കുന്നുണ്ടായിരുന്നു നല്ല പോലെ. ആനി ബാംഗ്ലൂർ വന്നപ്പോ ഫ്രീക്ക് ആനിയായി. എനിക്ക് പുതിയ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യും. നീ പല്ലി വെച്ചില്ലല്ലോ, പല്ലി എന്നിട്ട് മുട്ടായി തരാം. പല്ലി കഴിക്കാൻ നമ്മളൊന്നും കഴിക്കാൻ പാടില്ല എങ്കിൽ നമുക്ക് ആ അപ്പൊ നമ്മളങ്ങനെ ബാംഗ്ലൂർ എത്തി. മാത്രമേ ഇവിടെ വെളിയിൽ ജീവനോടെ വന്നിട്ടുള്ളൂ, ബാക്കി എല്ലാവരും സാധനം എടുത്തിട്ട് വരുന്നതേ ഉള്ളൂ. ഗൈസ് ബാംഗ്ലൂരിന്റെ വൈബാണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നത്. ഗൈസ് അപ്പൊ നമുക്ക് ഇനി ഫുള്ള് ബാംഗ്ലൂർ വ്ളോഗ്സ് ആണ് ഗൈസ്. നമ്മൾ ഇനി ഇവിടെ എന്താ ചെയ്യാൻ പോണെന്ന് അറിയത്തില്ല. സാധാരണ അച്ചാച്ചിമാരായിട്ടൊക്കെ വന്നാൽ നമ്മൾ ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാറില്ല. പക്ഷെ നമ്മൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അവിടെയൊക്കെ പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗൈസ് ബാംഗ്ലൂർ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഓണല്ലേ ഓണാണ്. ഗൈസ് നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങണം. ചെറിയൊരു ക്ലൂ തരട്ടെ. ഇത്രയേ ഉള്ളൂ ഗൈസ്. നമ്മളിവിടെ നിന്ന് ഇപ്പം ആ സ്ഥലത്തേക്ക് പോകാൻ പോവാണ്. നമ്മൾ പോകുന്നൊന്നും കാണിക്കുന്നൊന്നുമില്ല, ഇറങ്ങിയിട്ട് വന്നിട്ട് കാണാം ഗൈസ്. പക്ഷേ ഒരൈറ്റം സങ്കടമുണ്ട്. സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, സങ്കടമാണ് ഗൈസ്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ സങ്കടമാണ്, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അതൊരു സങ്കടമാണ്. പക്ഷെ എവിടെയോ ചെറിയ സന്തോഷമുണ്ട്. നമ്മള് റൂംസ് ബുക്ക് ചെയ്തു, പക്ഷെ നമുക്ക് അവിടെ ഇപ്പൊ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ബാഗ് വെച്ച് 1:30ക്കാണ് ബാഗ് വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്നു. നല്ല വിശപ്പിന് നല്ല പോലെ കഴിക്കണം. ബ്രഞ്ചാ ശരിക്കും പറഞ്ഞാൽ വിചാരിച്ചത്ര തണുപ്പില്ല. അത് ചിലപ്പോ ഇതിട്ടിരിക്കുന്നോണ്ടാണെന്ന് അറിയില്ല. രാത്രി നല്ല തണുപ്പുണ്ട്, രാവിലെ പക്ഷെ കുഴപ്പമില്ലെന്നാണ്. ഇവിടെ പക്ഷെ ഇപ്പൊ 10 മണിയായിട്ട് ചെറിയ തണുപ്പുണ്ട്. നല്ല ക്ലൈമറ്റ്. അണ്ണ നാങ്ക വന്നില്ല, മലയാളത്തിൽ തന്നെ പറയാം. വിശന്നിരിക്കായിരുന്നു, മുട്ടായി തന്നപ്പോ അത് ഒരു ആശ്വാസമായി. അതിന് താങ്ക് യു. നന്ദിയുണ്ട് ചേട്ടാ. താങ്ക് യു ഗൈസ്. ഇവിടെയാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. അമ്മ ഞാൻ ഇവിടെ സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും അമ്മ അയ്യോ മോൾ എത്തിയല്ലോ എന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഗൈസ് ഞാൻ ഇവിടെ സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ട്. അമ്മ പേടിക്കൊന്നും വേണ്ട, ഞാൻ ഫുൾ സെറ്റായിട്ട് അമ്മയ്ക്ക് എല്ലാം കാണിച്ചു തരാം. അപ്പൊ നമ്മള് നമ്മുടെ സാധനങ്ങൾ ഇതാണ് ആദിത്യ. ണ്ട്. അപ്പൊ നമ്മള് നമ്മുടെ ബാഗൊക്കെ എല്ലാം ഇവിടെ വച്ചിട്ടുണ്ട്. ബാഗെല്ലാം വെച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു. രാമേശ്വരം കഫേയിലാണ് പോകുന്നത്. നല്ലതാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മൾ നടന്നാണ് പോകുന്നത്, 25 മിനിറ്റ് നടന്നു പോകും. ഇവനാ പറഞ്ഞത് എന്തിനാ നടന്നു പോകുന്നതെന്ന് പറ. എക്സ്പ്ലോർ ചെയ്യുന്നതല്ല, പൈസ ലാഭിക്കാനാണ് ശരിക്കും പറഞ്ഞ. 3 ദിവസം ഉണ്ട് ഗൈസ്. 3 ദിവസത്തില് നമ്മൾ നാളെ നമ്മൾ ഐക്യ പോകും. നല്ല ക്ലൈമറ്റ്. ജിഗി പറഞ്ഞിട്ടില്ല, നല്ല ക്ലൈമറ്റ്. നീ എന്താ ഗൈഡ് അമ്മയൊക്കെ പറഞ്ഞതാ ഇവനെ നോക്കിക്കോളാം ഞങ്ങളെ. അതാ ഇവ എന്ത് പറ്റിയാലും അമ്മ ഇവനെ വിളിച്ചാൽ മതി, ഇവന്റെ വീട്ടിൽ വിളിച്ചാൽ മതി. ഞാൻ നമ്പർ അയച്ചു തരാം. അതെ അതെ. നിങ്ങൾ മങ്കീനെ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ രണ്ടും കൂടെ താഴെ കിടക്കും. നമ്മളിപ്പോ രാമേശ്വരം കഫേയിലാണ് ഗൈസ്.
പൊടിയും ഇഡലിയും കഴിച്ചിട്ടുണ്ട്. പൊടി ഇഡലി സെപ്പറേറ്റ് കഴിച്ചിട്ടുണ്ട്, പൊടി ഇഡലി കഴിച്ചിട്ടുണ്ട്. നല്ല തിരക്ക്, നല്ല തിരക്ക്. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് വെളിയിരുന്ന് വൈബ് അടിച്ച് കഴിക്കാം. സബ്രീനെ പേടിക്കണം. സബ്രീന എവിടെ ഇരുന്നാ കഴിച്ചത്? പൊടി ഇഡലി കഴിച്ചു. പൊടി ഇഡലി കഴിച്ചത് എങ്ങനെയായിരുന്നു? റാഹത്തായി. കഴിച്ചത് പക്ഷെ നല്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ കഴിച്ചു നോക്കാം. ഓക്കെ ഗൈസ്, ഇതാണ് പൊടി ഇഡലി. കോഫി. ഇതാണ് പൊടി ഇഡലി. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ടേസ്റ്റ് അല്ല പക്ഷെ ഇതെങ്ങനെയാ? അത് രണ്ട് മിക്സ് ചെയ്ത് കഴിക്കണോ? ഔട്ട് ഓഫ് ദി വേൾഡ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇപ്പൊ നമ്മൾ എവിടെ വന്ന് ജിഗി? നമ്മളൊരു കടയിൽ വന്നു, ഫേർണിച്ചേഴ്സും പ്രോഡക്ട്സും ഒക്കെ നോക്കാൻ. നോക്കൂ, നമുക്ക് സ്റ്റഡി ചെയ്യാനാണ് ശരിക്കും പറഞ്ഞാൽ വന്നത്. നമ്മൾ സ്റ്റഡിക്കാണ് വന്നത്, കറങ്ങാനല്ല ഗൈസ്. ഞങ്ങൾ വന്നത് ഞങ്ങൾ സ്റ്റഡി ചെയ്യാനാണ് വന്നത്. സ്ഥലത്ത് നിങ്ങൾ പൊക്കോ നോക്കിയിട്ട് വാന്ന് പറയാം. നമ്മൾ ആ സ്ഥലത്ത് വന്ന് നോക്കും, പഠിക്കും, പോകും. ചിലരാണ് ബുക്ക് ചെയ്തത് 8:30 കയറണം. അത് ഇവര് പറഞ്ഞതാ, നമുക്ക് നോക്കാം. ഗൈസ്, ഇതാണ് നമ്മുടെ റൂം. നല്ല റൂം കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിച്ച് എനിക്ക് അപ്പുറത്തൂടെ കണ്ണാടി കൂടെ കാണാൻ ഗൈസ്. നമ്മൾ റെഡിയായി. നമ്മൾ പാർക്കിലാണ് പോകുന്നത് ഗൈസ്. നമ്മളെല്ലാരും ക്യൂട്ടായി ഗൈസ്, നമ്മൾ പാർക്കിൽ പോകുന്നു. പിന്നെ നമുക്കൊരു സൈറ്റ് വിസിറ്റും കൂടെ ഉണ്ട്. എന്തിനാടാ ഞങ്ങളുടെ റൂമിൽ വന്നത്? ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് പോകുന്നുണ്ടാ ഗൈസ്. ബാംഗ്ലൂരിൽ വന്നിട്ട് പാനിപൂരി. അവിടെ പാനിപൂരി അല്ലേ? ഇതെന്താ സാധനം? പൈനാപ്പിൾ ആവട്ടെ. ഒരു പീസോ? പിന്നെ ഞാൻ വന്ന് നോക്കിയപ്പോ ദൈവം പാനിപൂരി തിന്നണം. പിന്നെ ഞാൻ കളിയാക്കാൻ വന്നതാ. അപ്പൊ ഞാൻ മെട്രോയിൽ ശരിക്കും ഇവിടെ പോയിട്ടുണ്ട്, പക്ഷെ എനിക്ക് മറന്നു ഈ കാർഡ് വെച്ച് കയറേണ്ടൊക്കെ. ഫസ്റ്റ് ടൈം ആണ് ഇതിങ്ങനെ. അയ്യോ, ഇതിങ്ങനെ വെക്കണം. നിങ്ങളിങ്ങനെ പേടിപ്പിക്കില്ല, ഞാൻ പേടിച്ചോയി ഗൈസ്. ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെയൊക്കെ ഫ്രണ്ട്സിന്റെ കൂടെ ശരിക്കും പറഞ്ഞ കറങ്ങാൻ പോകുന്നത്. ഇത് വരെ തെറ്റിദ്ധരിക്കരുത്. സാധാരണ അച്ചാച്ചന്മാരുടെ കൂടെ പോയി കഴിഞ്ഞാല് എന്താ ഇങ്ങനെ പൊന്നും കുട പോലെ ഞാൻ ഇങ്ങനെ പാവം പോലെ പോകും. ഇതെന്തോ ശരിക്കും ഫ്രീഡം കിട്ടുന്നത് അവിടെ നിന്നാ. പക്ഷെ അച്ചാച്ചന്മാര് പേടിക്കണ്ട. ഇവൻ അച്ചാച്ചന്മാരെ പോലെ ഞങ്ങളെ കൊണ്ട് നടക്കുന്നുണ്ട്. ഫോൺ അടിച്ചോണ്ടോ നല്ല ചാൻസ് ഉണ്ട്. സോ നമ്മൾ നല്ലോണം സൂക്ഷിച്ചു. അതെ, അല്ലെങ്കിൽ റീറ്റ പറഞ്ഞ എന്റെ ഫോൺ അടിച്ചോണ്ട് തോന്നി. അപ്പൊ നമ്മളിവിടെ നമ്മളിപ്പോ കുബോൺ പാർക്കിലാണ് വന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ഉള്ളതെന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. നമ്മളിപ്പോ എക്സ്പ്ലോർ ചെയ്യും. അതെ. അപ്പൊ ഞങ്ങള് കുബോൺ പാർക്കിന്റെ അകത്ത് കയറി. ശരിക്കും നല്ലൊരു പ്ലേസ്, നല്ലൊരു ക്ലൈമറ്റ്. പക്ഷെ എന്താ ഇവിടെ നിറയെ പട്ടികളുണ്ട്. എനിക്കും പേടി, ഇവക്കും പേടിയാ. വെറൈറ്റി പട്ടികളുണ്ട്. ഇവക്ക് എന്താണോ സാധനം അതിനെ അവള് കൂട്ടാനേ നോക്കത്തുള്ളൂ. നമ്മളെല്ലാം എൻജോയ് ചെയ്യണം. പട്ടി നോക്കൂ, പട്ടി മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ലൊരു വ്യൂ, നല്ല മരങ്ങളാ, നല്ല പച്ചപ്പുള്ള സ്ഥലം. അതുകൊണ്ടാ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. എവിടെ നോക്കിയാലും കപ്പിൾസിന് പറ്റിയതാ. ഗൈസ്, ഞങ്ങളില്ലേ ഇങ്ങനെ നടന്നു പോയപ്പോ കാറുകൾ നോക്കിയാണ്. ഞാനും എടുക്കും ഗൈസ് ഇങ്ങനെ ഒന്ന്. ഒരു ദിവസം ആ ഒരു കാർ ഞാൻ എടുക്കും. അതെ. നമ്മള് പാർക്കിലൊക്കെ പോയിട്ട് നടന്ന് നമുക്ക് ലഞ്ച് നമ്മൾ കഴിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ ഡിന്നർ കഴിക്കാൻ വേണ്ടിട്ട് നമ്മളൊരു കഫേയിൽ വന്നിട്ട് കഴിക്കാൻ വേണ്ടി വന്ന് കഴിച്ചിട്ട് നമുക്ക് 8:30 നമുക്ക് റൂമിൽ കയറണം. വൈസ് നമ്മുടെ ഫുഡ് വന്ന് നമ്മളിപ്പോ ഇത്രേ കഴിക്കുന്നുള്ളൂ. വേണമെങ്കിൽ വിശക്കുമ്പോ ഇനി ഓർഡർ ചെയ്യാമല്ലോ. കഴിച്ചോക്കാം. അമ്മച്ചില്ലേ അതില്? അതില് അമ്മച്ചി അഭിനയിച്ചിട്ടുണ്ട്. അമ്മച്ചി ലോട്ടറി വിൽക്കാൻ വന്ന അമ്മച്ചി ഒറിജിനൽ ലോട്ടറി വിൽക്കുന്ന ആളാണ്. നമ്മളെന്തായാലും അമ്മച്ചിനെ കണ്ടല്ലേ. രണ്ട് എങ്ങനെ പാവാണ് ആസിഫലി? ഇതുപോലെ താടിയതല്ലോ.
ആസിഫലി നല്ല സ്വഭാവം ഒറ്റ കുട്ടിയാണ്. ആസിഫലി അറിയുന്ന ആൾക്കാർ വല്ലവരും ഉണ്ടായിരുന്നു. അമ്മച്ചിയുടെ കട പറഞ്ഞു കാശ് തന്നാണ്. ഞങ്ങള് കണ്ടേ, ഞങ്ങള് തിയേറ്ററിൽ പോയി കണ്ടായിരുന്നു. അമ്മച്ചീനെ കണ്ടപ്പോ പെട്ടെന്ന് മനസ്സിലായി. പെട്ടെന്ന് മനസ്സിലായില്ലേ? അമ്മച്ചി കണ്ടോ സിനിമ തിയേറ്ററിൽ പോയി? ഇല്ല, ചേട്ടൻ മരിച്ചില്ലേ? ചേട്ടൻ മരിച്ചൊന്നും പോയില്ല. പോട്ടെ. നമ്മൾ 2 ടിക്കറ്റ് എടുത്ത് നമ്മൾ ലോട്ടറി എടുക്കാറില്ല നോർമലി. അമ്മച്ചിനെ കണ്ടോടനെ മനസ്സിലായി. അടിച്ച അമ്മച്ചിക്ക് 10 പൈസ.